കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം വായിച്ച് ധ്യാനിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു. നമ്മളിങ്ങനെ വായിച്ചു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 2-ാമത്തെ വാക്യമാണ്. 2-3 വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെളിപ്പാക്കുന്നു. 3-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനനിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, ഈ ഉപമ പറയുന്നത് ദൈവ കുടുംബത്തിൽ ഉള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്, ബന്ധങ്ങളെക്കുറിച്ചാണ്. കർത്താവ് യേശുക്രിസ്തു അതിനായി ഉപമിച്ചിരിക്കുന്നത് അന്നത്തെ പാലസ്തീൻ ജനതയ്ക്ക് വളരെ മനസ്സിലാകുന്ന മുന്തിരി വള്ളിയെക്കുറിച്ചുള്ള ഒരു ഉപമയായിട്ടാണ്. ആ മുന്തിരി വള്ളിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ പരമാധികാരിയായ തോട്ടക്കാരനെക്കുറിച്ചും അതേപോലെ തന്നെ ഈ മുന്തിരി വള്ളിയോട് ചേർന്ന് വസിക്കുന്നതായ അല്ലെങ്കിൽ മുന്തിരി വള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതായ കൊമ്പുകളെക്കുറിച്ചും യേശു പറയുകയാണ്. ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പിതാവായ ദൈവവും മുന്തിരി വള്ളി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്നതായൊരു കാര്യമാണ് നാം കൊമ്പുകളാണ് എന്നുള്ളത്. എപ്പോഴും ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനം. എന്തുകൊണ്ട് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ആളുകൾ എന്താണ് അന്വേഷിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കേരളത്തിന് സമീപമുള്ള തേനിയിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നെന്താ, ആ മുന്തിരിത്തോട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ഫലമുണ്ടോ, ആ ഫലം പഴുത്തതാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ നോക്കാറുണ്ട്. ഇതേപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് നമ്മയാണ്, നമ്മളിൽ ഫലമുണ്ടോ എന്നാണ് നോക്കുന്നത്. മറ്റൊരു ഉപമയിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഒരുവന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നതായൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. ആ അത്തിയിൽ ഫലം തിരഞ്ഞു വന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഫലം എപ്പോഴും ആളുകൾ തിരയുന്നത് കൊമ്പുകളിലാണ്. അതേപോലെ തന്നെ ദൈവവും തിരയുന്നത് കൊമ്പുകളിലാണ്. നമ്മൾ ഫലമുണ്ടോ എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫലം ഉണ്ടാവുക എന്നുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീർന്ന ആളുകളിൽ ദൈവം അന്വേഷിക്കുന്നതും ഫലം തന്നെയാണ്. അല്ലാതെ നമ്മൾ എന്തു കൊടുത്തു എന്നുള്ളതോ നാം ദൈവത്തിന് എത്ര മഹത്വം കൊടുത്തു എന്നുള്ളതല്ല ദൈവം ആത്യന്തികമായി നോക്കുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന ആത്യന്തികമായ ഫലമാണ്. ആ ഫലം എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യത്തിനു വേണ്ടിയാണ്, ദൈവനാമത്തിനു വേണ്ടിയാണ്. അങ്ങനെ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഈ തോട്ടത്തിൽ സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. 2-ാം വാക്യം, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അപ്പോൾ കായ്ക്കാത്ത കൊമ്പുകളെക്കുറിച്ചുള്ള ഒരു വിശദീകരണം ഇവിടെ യേശു പറയുകയാണ്. എന്താണ് യേശു പറയുന്നത്? കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് പറഞ്ഞാൽ തോട്ടക്കാരൻ നീക്കിക്കളയുന്നു, പിതാവായ ദൈവം നീക്കിക്കളയുന്നു. ഞാൻ ഈ വേദഭാഗം പഠിച്ചപ്പോൾ ഇതിൻ്റെ മൂലപദത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം അവൻ പൊക്കിയെടുക്കുന്നു എന്നുള്ള ഒരു വാക്കാണ്. അതായത് കൊമ്പുകളങ്ങ് വളരുകയാണ്. ഈ മുന്തിരിവള്ളി വലിച്ചെടുക്കുന്നതായ വളവും വെള്ളവും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ മുന്തിരിവള്ളി വളർന്ന് അവസാനം അത് നിലത്ത് വീഴുകയാണ്. അങ്ങനെ നിലത്ത് വീഴുന്ന കൊമ്പുകളെ അവൻ പൊക്കിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുവാനും പ്രകൃതിയോട് എക്സ്പോസ്ഡ് ആകുവാനും പിതാവായി ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. എന്തിനാണെന്നറിയാമോ? എങ്കിൽ മാത്രമേ നമുക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിനർത്ഥം കൊമ്പുകളിൽ മുന്തിരി കായ്ക്കുന്നില്ല എങ്കിൽ പോലും ദൈവം അതിനെ ഉടനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അതിന് വളരുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ദൈവ സാഹചര്യങ്ങൾ തരാറുണ്ട്. പലപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്നത്? ഞാൻ ഫലമൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ദൈവത്തിന് എന്നോട് യാതൊരു പിണക്കവുമില്ല. ദൈവത്തിന് പിണക്കമില്ല, ദൈവം നമ്മളെല്ലാവരും സ്നേഹിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ ദൈവം നമുക്ക് സാഹചര്യങ്ങളെ ഒരുക്കി തരിക. ആ അത്തിവൃക്ഷത്തിൻ്റെ ഉപമ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഒരാണ്ട് കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചെങ്കിലോ, ഞാനതിന് ചുറ്റും വളമിടാം,
ഞാനതിനെ വളരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരാം. അപ്പോൾ ദൈവം എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? വളരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് ഈ വചനം സംസാരിക്കുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾക്ക് ദൈവം വളരുവാനുള്ള അല്ലെങ്കിൽ ഫലം കായ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. പക്ഷെ എന്നിട്ടും ഫലമുണ്ടായില്ലെങ്കിലോ? ഈ 1, 2, 3, 4, 5 വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ 6-ാമത്തെ വാക്യത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. അപ്പോൾ ഫലം കായ്ക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഇവിടെ യേശു പറയുന്നു. വസിക്കാത്തതാണ് കാരണം. വസിക്കുക എന്ന് പറഞ്ഞാൽ നാം അവനിൽ പൂർണ്ണമായും ആശ്രയിക്കുക, അവൻ്റെ വചനത്താൽ നമ്മൾ ജീവിക്കുക, അവൻ്റെ വചനമനുസരിക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ തുടരുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. ഇനി അടുത്തത്, ഈ 2-ാം വാക്യത്തിൽ തന്നെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫലം കായ്ക്കുന്നതിനെയും ദൈവം ചില നടപടികൾക്ക് വിധേയമാക്കാറുണ്ട്. എന്തിനറിയാമോ? ഇത് പോരാ, ഈ ഫലം പോരാ, കൂടുതൽ ഫലം കായ്ക്കണം. പല ആളുകളും ഉന്നയിക്കുന്നൊരു സംശയമുണ്ട്. ഞാൻ ദൈവസ്ഥാനത്തിലേക്ക് വന്നു, വിശ്വസ്തമായി നിൽക്കുന്നു എന്നെനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ എന്നിട്ടും എന്തേ ദൈവം വീണ്ടും വീണ്ടും എന്നെ ചില അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുന്നു, ചില പ്രയാസങ്ങളിലൂടെ കൊണ്ടുപോകുന്നു? കാരണം ദൈവം ആഗ്രഹിക്കുന്നു നീ വളരെ ഫലം കായ്ക്കണം. ഈ മുന്തിരിവള്ളി താഴെ വീണ് കിടക്കുക എന്ന് പറയുന്നത് അതിന് വളരെ കംഫർട്ടായിട്ടുള്ള ഒരു മേഖലയാണ്. ആരും അതിനെ ശ്രദ്ധിക്കത്തില്ല, ആരും ഒരു ഉപദ്രവവും അതിനെ ചെയ്യത്തില്ല. ഇന്ന് പല ആളുകളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഒതുങ്ങി ജീവിക്കാൻ. അതായത് ഞാൻ വിശ്വാസത്തിലാണെങ്കിൽ, ഞാൻ ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ സുവിശേഷം പറയാൻ പോകണ്ട, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകണ്ട, ഞാനൊരു സുഖപ്രദമായ ജീവിതം നയിക്കാം. പക്ഷെ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മളിൽ ഫലമുണ്ടാവുകയില്ല. ഫലമുണ്ടാകത്തോളത്തോളം കാലം നമ്മൾ 6-ാം വാക്യത്തിൻ്റെ ഭീഷണിയിലാണ്. അതായത് ഉണങ്ങിപ്പോകുന്ന കൊമ്പായി മാറും, നമ്മെ തീയിലിട്ട് കളയും, നമ്മളെ പുറത്തു കളയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു അവസ്ഥ വരാതെ ദൈവം എനിക്കും നിങ്ങൾക്കും വളരുവാനും ഫലം കായ്ക്കുവാൻ ചില സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ അതിനനുസരിച്ച് തീരുമാനമെടുക്കുവാനും ദൈവസ്ഥാനത്തിൽ ആശ്രയിപ്പാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ അവസ്ഥകളെ വ്യത്യാസപ്പെടുത്തും. ഇവിടെ പറയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടുപ്പാക്കുന്നു. പ്രൂണിങ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അടുത്ത ദിവസം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് പ്രൂണിങ്? എന്താണ് ദൈവം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ്, യേശുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നമ്മൾ വസിച്ചാൽ നാം ഫലം കായ്ക്കും. ഫലം കായ്ച്ചാൽ നമ്മളൊരു അനുഗ്രഹമായി മാറും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. ഈ വചന നിമിത്തം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ അവർ നിറയപ്പെടട്ടെ. കർത്താവേ, അങ്ങിൽ വസിക്കുന്ന കൊമ്പ് ആയി തീരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. കൂടുതൽ വചനഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നും അതുപോലെ കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കണം, അതിനുള്ള ഉപദേശങ്ങൾ തരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.